കടയിൽ ചെരുപ്പെടുത്തു കൊടുക്കുന്ന മാതാവിന് എന്തൊക്കെ സ്വപ്നം കാണാം? ആ മാതാവിൻ്റെ മകൾ സിവിൽ സർവീസസ് ജയിക്കുന്നത് സ്വപ്നം കണ്ടാലോ? വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന തിരുവനന്തപുരം തിരുവല്ലത്തെ ഒരു പെൺകുട്ടിയും മാതാവും കാണുന്ന സ്വപ്നങ്ങളിലേക്കാണ് ഈ യാത്ര. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കുടുംബം കാണുന്ന സുന്ദര സ്വപ്നത്തിലേക്ക്. സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയതാണ് സിവിൽ സർവീസ് മോഹം. ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര മുഴുവൻ മുള്ളു നിറഞ്ഞ പാതയിലൂടെയായിരുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി, പിന്നെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അമ്മ ജോലിക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു അനിയത്തിയുടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാനായിട്ട് അമ്മ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മ ആദ്യം ഒരു ഹോട്ടൽ സൂപ്പർവൈസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെട്രോൾ പമ്പിൽ, ഇപ്പോൾ ഒരു ചാലയിൽ ഒരു ചെരുപ്പ് കടയിലെ സ്റ്റാഫാണ്. ഈ ജീവിത പ്രതിസന്ധികൾ ആദിത്യയെ അങ്ങനെ ഒരു ഫുഡ് ഡെലിവറി ഗേൾ കൂടിയാക്കി. സിവിൽ സർവീസ് അക്കാദമികളിൽ പഠനത്തിന് ശ്രമിച്ചെങ്കിലും ഈ കുടുംബത്തിന് ആലോചിക്കാൻ പോലുമാകാത്തതാണ് ആ ഫീസ്. അതോടെ ആദ്യം സ്ഥിര വരുമാനമുള്ള ജോലി എന്നായി ലക്ഷ്യം. അവിടെ നിന്ന് IAS എന്ന സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കണം. അതുവരെ ഈ മുറിയും മുറ്റവുമാണ് ആദിത്യയുടെ പഠനയിടം. വേറെ അക്കാഡമിക്സ് സമീപിച്ചപ്പോഴത്തേക്ക് അവർ ഒരു എമൗണ്ട് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് അമ്മ പറഞ്ഞു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കാം. കാരണം അനിയത്തി ലോൺ എടുത്താണ് പഠിക്കുന്നത്, എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ അമ്മ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം അടയ്ക്കേണ്ട ഒരു എമൗണ്ട് വലിയ ഒരു എമൗണ്ടാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് പേപ്പറൊക്കെ വരുന്നുണ്ട്, പിന്നെ മാഗസിൻസും ബുക്സും ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഡൽഹിയിലോട്ട് പോയ ഫ്രണ്ട്സ് നോട്ട്സൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. മാതാവും സഹോദരിയും മുത്തച്ഛനും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബം. എല്ലാ ഭാരവും തോളിലേറ്റുന്ന മാതാവ് ബിനി. ഞാൻ ഇങ്ങനെ എൻ്റെ മക്കൾ രണ്ടുപേരും എന്നെക്കാളും നല്ല രീതിയിലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴേ അവൾ പറയാം, അമ്മ എനിക്കിപ്പോൾ വേണം. ഞാൻ വേണ്ട, നിങ്ങൾ പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴേ തീരുമാനിച്ചാൽ. അവളെ പഠനത്തിനുള്ള ഫീസായാലും വണ്ടിയിലേതായാലും മറ്റുള്ള എന്തായാലും എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഈ നിമിഷം വരെ. ആൺകുട്ടികളില്ല എന്നുള്ളൊരു കുറവ് എനിക്ക് വരുന്നില്ല. പിന്നെ നമ്മളെ ലോകമല്ലേ, പെൺകുട്ടികളാകുമ്പോൾ ഒരു പരിമിതി ഉണ്ടല്ലോ. അതേമ്പോൾ പിന്നെ അത് പിന്നെ നമ്മൾ ഇതുവരെയായിട്ട് ഇതങ്ങ് കഴിക്കണം. ഇത് ആദിത്യയുടെ മാത്രം കഥയല്ല. ആദിത്യയെ ഈ സ്വപ്നത്തിലേക്ക് നടത്തുന്ന ബിനിയുടെ കൂടി ജീവിതമാണ്. പരിമിതികളിൽ തളച്ചിടാതെ പെൺകുട്ടികൾക്ക് ചിറക് നൽകുന്ന മാതൃത്വമാണ് ഈ വീട്ടിൽ ജ്വലിച്ചു വെളിച്ചമാകുന്നത്. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.